ഹലോ 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 മൈക്കൊന്ന് കൂടിയ കൂട്ടിയ കേട്ടാ. ഞങ്ങളുടെ ഒരു ത്രേസ്യ ഓടിയിരിപ്പുണ്ട്. ഞാനൊന്നിച്ച് കോളേജിൽ പഠിച്ചതാണ്. മിണ്ടാപ്പുറത്തിരിക്കണ കേട്ടാ കല്ലി. അവിടെ തലയിലൊരു സാധനമൊക്കെ വെച്ചിട്ടല്ല, അത് തോന്നൂല്ല, അത് ഞാൻ പറയുന്നത്. പക്ഷെ അവിടെ ഉണ്ടല്ല പഞ്ചഭാവമാണ്. ഞങ്ങൾ ഓണായിട്ട് ഞങ്ങൾ പോയിട്ട് പൂക്കളത്തിൽ പൂവൊക്കെ പറിച്ചിട്ട് തൊട്ടടുത്ത് ഞങ്ങൾ കുതിര കളിക്കാൻ പോകും. ഞാനും വിടും. തൊട്ടടുത്ത് കുതിരയുണ്ട്. അപ്പൊ കുതിര കളിക്കാൻ പോകും. അങ്ങനെ കുതിര എന്ന് പറഞ്ഞൊരു പുഴയിൽ ചാടിക്കണ തെങ്ങാണ്. അവിടെ ഞാൻ ഇവിടെ കൂടി പോയി കുതിര കളിക്കണ സമയത്ത് അടിയിൽ കൂടി ഒരു വഞ്ചിക്കാരൻ പോവുകയാണ്. ഇവനെന്നോട് ചോദിക്കണേ, നല്ല രസമുണ്ടല്ലോ കുതിര കളി കാണാനായിട്ട്. മറ്റേ പിറ്റേ ദിവസം ഞങ്ങൾ പോയില്ല. പോയി ചെന്നപ്പോ ഉണ്ടല്ല പുഴ നിറച്ചി വഞ്ചടി പോലെ. പറ ആ ഒരു 2 മിനിറ്റ് കേട്ടാ. നമ്മ ഇങ്ങനെയുള്ള ചില സാഹചര്യത്തിൽ ചില കുഴപ്പമൊക്കെ വരാറുണ്ട്. മൈക്കൊന്ന് നോക്കട്ടെ. മുളച്ചിരിക്കേ ചേച്ചിക്ക് ചെവിടി കേട്ടോ. ഹലോ 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 മൈക്കൊന്ന് കൂടിയ കൂട്ടിയ കേട്ടാ. എനിക്ക് ചോദിക്കാനുള്ളത്, ന്യൂ ജനറേഷൻ ഓണമാണോ നല്ലത്, അല്ലെങ്കിൽ പഴയ കാലത്തെ ഓണമാണോ നല്ലത്? ഈ ന്യൂ ജനറേഷൻ ഓണം എന്നൊക്കെ പറഞ്ഞാൽ വെറുതെയാണ്. പക്ഷെ ഇവിടുത്തെ ന്യൂ ജനറേഷൻ പിള്ളേരൊന്നും കുറ്റം പറയാൻ പറ്റൂല കേട്ടോ മക്കളെ. എന്താണെന്നറിയോ, ഇവരിപ്പോ അച്ഛനും അമ്മമാരിക്കൊക്കെ ഒരുപാട് ചെലവ് ചുരുക്കുന്നുണ്ട്. കാരണം ഡ്രസ്സിന്റെ അളവൊക്കെ കുറഞ്ഞിരുന്നു. അതെയാണ് ചെലവ് വളരെ കുറവാണ്. ഞാൻ എന്റെ പറഞ്ഞ ഈ ജംഗ്ഷന്റെ അപ്പുറത്ത് തന്നെ ഒരു വലിയ ഓടിച്ചിട്ട് മടങ്ങടിക്കണം. ഞാൻ കുറെ എന്താടി വമ്പ ചെയ്ത് കൊച്ചിനിട്ട് ഓടിച്ച് മടങ്ങടിക്കുന്നത് ചോദിക്കുമ്പോ ഇന്ന് രാവിലെ അവര് ലിഫ്റ്റിക്ക് ഇട്ടല്ലെന്ന്. അതാണ് ഞാൻ മടങ്ങടിക്കുന്നത്. എന്ത് ചെയ്യും? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓണ വിശേഷങ്ങള്. അപ്പൊ ഓണത്തിന്റെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? അപ്പൊ ഓണക്കളിയും ഓണപ്പാട്ടും ഇതെല്ലാം നമുക്ക് വേണം. അടുത്ത ചോദ്യം ചോദിക്കും. ഇനി നമുക്ക് കൊച്ചമ്മയുടെ കുറച്ച് വിശേഷങ്ങൾ അറിയാട്ടോ. എന്റെ വിശേഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നുപോലെ എന്റെ ഭർത്താവ് മരിച്ചുപോയി. ആ ഭർത്താവിന്റെ കാര്യം പറയുമ്പോഴാണ് അപ്പൊ ഈ ഭർത്താവിന്റെ അടുത്ത് ഉണക്കച്ചെമ്മീൻ മേടിക്കാൻ പോയതാണ്. എനിക്കൊരു ഉണക്കച്ചെമ്മീൻ കൂട്ടി ചോറ് ഇരുന്നു പറഞ്ഞപ്പോ ഭയങ്കര സ്നേഹമുള്ള പുള്ളിക്കാരോട് പണ്ടാറാക്കാനായിട്ട്. അങ്ങനെ ഈ പുള്ളിക്കാരൻ ഉണക്കച്ചെമ്മീൻ മേടിക്കാനായിട്ട് റോട്ടിലേക്ക് ഇറങ്ങി. ഇതേ അവിടെ നിന്ന് ഒരു വണ്ടി വന്നൊരു ഒറ്റ ഇടി. എന്നിട്ട് എന്ത് സംഭവിച്ചത് കഴിക്ക്. ഞാനിത്തിരി ഉള്ളി മുളക് കൂട്ടിയിട്ടാ ചോറങ്ങട് നിന്ന്. ഒരു കാര്യം അടുത്തത് പറയാം. ആ മക്കൾ എടി 2 മക്കളുണ്ട്. 2 പെൺമക്കളുണ്ടായി. ഞാൻ ഈ 2 പെൺമക്കളുണ്ടല്ല ഒരു വീട്ടിലേക്ക് അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുത്തു. എടി 2 വീട് എന്തിനാന്ന് നശിഞ്ഞ് നാരായണക്കല്ലി വർത്തിയെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്തത്. മരുമകളായിട്ട് പ്രശ്നമെന്ന് പറയുമ്പോ പറയാനൊന്നുമില്ല. കഴിഞ്ഞ ദിവസം അവളെ ഒരു അണലി അടിക്കാൻ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചില്ലല്ലോ അവളോട്. ഞാൻ ചോദിച്ചെന്നുള്ള പാമ്പിനോട് ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമെന്ന്. അപ്പൊ ഈ അണലി എന്നോട് പറയണ്ടേ, എന്റെ പൊന്നി കല്യാണി കൊച്ചമ്മേ, ഞാൻ അവളൊന്നും ചെയ്യാൻ വന്നില്ല. എന്റെ വിഷം തീർന്നപ്പോ ഞാനൊന്ന് റീചാർജ് ചെയ്യാൻ വന്നാണ് എന്നോട് പറഞ്ഞു. ഞാൻ എന്തോ പറയൂല മോളെ. ഈ ആമക്കളെന്ന് പറഞ്ഞാ പഞ്ചഭാവമാണ്. ആമക്കളുണ്ടായിട്ട് ഒരു കാര്യമില്ല. പണ്ടൊക്കെ പറഞ്ഞിട്ടില്ലേ ആമക്കളുണ്ടായിരുന്നു 10 വാഴ വെക്കാറ്റില്ലെന്ന്. എനിക്ക് രാത്രി 12 മണിക്കാണ് ഞാൻ വാഴ വെക്കണത്. പറ. കൂടുന്ന സമയല്ലേ, അപ്പൊ കുറച്ച് കടങ്കഥകളും കുറച്ച് ചെറിയ ചോദ്യങ്ങൾ. അത് നീ ഉദ്ദേശിക്കുന്നത് ഒരു കുറച്ച് കുസൃതി ചോദ്യങ്ങള്. ഇതാണ് നീ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോ. പക്ഷെ ഒരു കാര്യം ഉണ്ടട്ടാ, ഈ ഓണത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ വേറൊരു കാര്യം ആലോചിക്കുന്നത്. ഈ ഓണത്തിന് നമ്മ രാവിലെ അതുരൊക്കെ പച്ചിരി കിച്ചടി അത് സാമ്പാർ മോര് കാണൻ അങ്ങനെയുള്ള കറിയൊക്കെ കൂട്ടിയിട്ട് നമ്മളൊരു അവസാനം ഒരു വിധി പിടിക്കും. എന്താണെന്നറിയാമോ? ഈ അവസാനം നമുക്ക് കിട്ടുന്ന ആ സാധനത്തിന്റെ പേരെന്നറിയാം. വിലയിലെ കൊഴിച്ച് പപ്പടമൊക്കെ കൊഴിച്ച് പായസം. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് പാലക്കാട് പ്രതാപനാണ്. എന്നാണ് എന്നെ പോലെ പാലക്കാട് പ്രതാപൻ ആഘോഷവും തെറ്റിപ്പോയി. പാലക്കാട് പ്രതാപൻ ഞാനിത് പഠിച്ച് ഒരുപാട് പേര് കിട്ടിയില്ല. അപ്പൊ എനിക്ക് കുസൃതി പൊതിയെ ഒന്ന് അത് ചോദിക്കും കേട്ടെ. വെള്ളത്തിൽ അലിയുന്ന പൂവ്. അത് ഷാമ്പൂവാണ്. നാക്കുകൊണ്ട് ഇരപിടിക്കുന്ന ജീവിയാണ്. ഇന്നത്തെ ജനറേറ്ററെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല.
കാരണം ഞാൻ ഈ ഒരേ ഒരു കാര്യം പറയാറുള്ളൂ. എന്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പറയാം നിന്നോട്. എന്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏതായാലും എന്റെ മോനൊന്നും എന്നെ നോക്കാൻ പറ്റിയ ഇതൊന്നും കാണാനില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ജനനി സ്നേഹാലയത്തിൽ വന്ന് ഇവരുടെ കൂടെ സുഭിഷ്ടം ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് സുഖമായിട്ട് അടിച്ചു പൊളിക്കാനാണ് ഞാൻ ഇതിന്റെ പ്ലാൻ. അപ്പൊ എന്നെ അവിടെ എടുക്കൂലേ? ആ അത് മതി. ചെറിയൊരു ആഗ്രഹമുണ്ട്. എന്താണ്? ആഗ്രഹമല്ല, ആ നമ്മുടെ ജനനിയിലെ ഒരു അമ്മയുടെ ഒരു ചെറിയ ആഗ്രഹം. ആ ആഗ്രഹം എന്ന് പറഞ്ഞേ. അമ്മയ്ക്ക് ഓണത്തിനെ കുറിച്ച് ഒരു പാട്ട് വേണം. ഓണത്തിനെ പറഞ്ഞ പാട്ട് തന്നെ പാടുക വേണം. ആ അത് ഏതാണ് ആ പാട്ട്? പേര് എലിയമ്മ ജോർജ്. ആ അമ്മ എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞതാണ് മാവേലി നാടുവാണിയിടും കാലം. എന്റെ ദൈവം, ഈ മാവേലി എന്ന് പറഞ്ഞ പുള്ളിക്കാരനല്ല. ആ ഈ മാവേലി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എനിക്ക് നേരത്തെ പരിചയമുള്ളതാണ്. ഞാൻ കാക്കനാട് കുസവഗിരിയിൽ ഞാനും പുള്ളി ഒന്നിച്ചെട്ടാരത്താണ്. പക്ഷെ ആളൊരു പഞ്ചാബാവും എന്റെ കൂടപ്പറമ്പുകാരല്ല, എന്റെ കൂടപ്പറമ്പായിരുന്നു പുള്ളി. അപ്പൊ ഞാൻ ആ പാട്ടൊന്നും പാട മാവേ കൈയടിക്കണോടെ താളത്തിന് നല്ല താളബോധം ഉണ്ടായിരുന്ന കൈയടിക്കണം തെറ്റിപ്പോവും. അപ്പൊ നമുക്ക് താളത്തിനൊന്ന് കഴിക്കാം. ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നുമില്ല ആറ്റുന്നതാനും അല്ലേ. മാവേലി നാട് ഭരിച്ചിട്ടും കേരളം നന്നായില്ല, ഇനിയോട്ട് നന്നായില്ല. അപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വരെയാണ്. അപ്പൊ ഹാപ്പിയല്ലേ? അപ്പൊ ഞാൻ പോയിട്ട് വേറെ ചില ഐറ്റമൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. കൈയടിക്കുന്ന വിഷം ഒന്നും വിചാരിക്കരുത് കേട്ടാ. അപ്പൊ ഹാപ്പി ഓണം.